സിനിമാക്കാരേക്കാൾ വേഗത്തിൽ കുടുംബ പ്രേക്ഷകരുടെയും സ്ത്രീകളുടെയും മനസ്സിൽ കയറിപ്പറ്റുന്നവരാണ് സീരിയൽ താരങ്ങൾ. ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ എണ്ണത്തിൽ മാത്രം മുഖം കാണിച്ചാലും മതി, അവർ എന്നേക്കുമായി ആ താരങ്ങളെ ഓർത്തു വെക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള സീരിയൽ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള താരങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള സ്ഥാനം ഊഹിക്കാമല്ലോ. അത്തരത്തിൽ സീരിയൽ പ്രേമികളുടെ ഹൃദയം കവർന്ന നടനായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാൽ. താരത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം അതിനാൽ തന്നെ എല്ലാവരിലും വലിയൊരു ഞെട്ടലാണ് നൽകിയത്. കസ്തൂരിമാൻ, ഭാഗ്യജാതകം തുടങ്ങിയ സീരിയലുകളാണ് നടൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടാനും സ്റ്റാർഡം സെറ്റ് ചെയ്യാനും സിദ്ധാർത്ഥിനെ സഹായിച്ചിരിക്കുന്നത്. കസ്തൂരിമാൻ എന്ന സീരിയലിൽ അഭിനയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും കസ്തൂരിമാനിലെ സിദ്ധു എന്നതാണ് നടന്റെ ഐഡന്റിറ്റി തന്നെ. കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്യാൻസർ ബാധിച്ച് സിദ്ധാർത്ഥ് ചികിത്സയിലായിരുന്നു. എന്നാൽ സീരിയൽ മേഖലയിൽ സിദ്ധാർത്ഥിന് വേണ്ടപ്പെട്ടവർക്കല്ലാതെ മറ്റാരും തന്നെ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. നടി സീമാജി നായരാണ് സിദ്ധാർത്ഥിന്റെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരുന്നത്. ഒപ്പമുണ്ടായിരുന്നതും സീമ തന്നെയായിരുന്നു. പ്രിയ സഹപ്രവർത്തകന്റെ ജീവൻ നിലനിർത്താൻ തന്നെ കൊണ്ടാകുന്നത് പോലെയെല്ലാം നടി സീമ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ വെറുതെയായി പോയി. ഏത് വാർത്ത കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നുവോ ആ വാർത്ത തന്നെയാണ് 2 ദിവസം മുമ്പ് സീമയുടെ ചെവിയിലേക്ക് എത്തിയത്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു സിദ്ധാർത്ഥ്. അതിലേക്ക് എത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഓരോ ചുവടുകളും പതിയെ വയ്ക്കുകയായിരുന്നു. അതിനിടയിലാണ് ക്യാൻസർ മരണത്തെ രൂപത്തിലെത്തി സിദ്ധാർത്ഥിനെ ഈ ലോകത്തു നിന്നും കൊണ്ടുപോയത്. തൃശ്ശൂരിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് സിദ്ധാർത്ഥിൻ്റെ ജനനം. അച്ഛനും അമ്മയും സഹോദരനും മാത്രമായിരുന്നു സിദ്ധുവിൻ്റെ ലോകം. അച്ഛനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നടന് നഷ്ടപ്പെട്ടത്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് തൻ്റെ അച്ഛൻ്റെ മരണമെന്ന് താരം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അമ്മയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ക്രിട്ടിസൈസർ. അമ്മയുടെ വിമർശനങ്ങൾ എന്നും കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സഹായിച്ചിട്ടുള്ളൂ എന്ന് താരം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സീരിയലിൽ സജീവമായതിനു ശേഷം തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചിരുന്നത്. എന്നാലും മനസ്സെപ്പോഴും വടക്കുന്നാഥിൻ്റെ മണ്ണിൽ തന്നെയായിരുന്നു. അതിനാൽ ബ്രേക്ക് കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടിയെത്താറുണ്ട് സിദ്ധു. സ്കൂൾ കാലത്ത് തന്നെ അഭിനയത്തിലുള്ള കഴിവ് സ്വയം തിരിച്ചറിഞ്ഞതാണ്. അതിനാൽ നാടകങ്ങളിലെല്ലാം പങ്കെടുത്തു. മുതിർന്നപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായി തുടർന്നു. ഒപ്പം അല്പം ആങ്കറിങ്ങും ചെയ്തു തുടങ്ങി. അത് ചാനലിൽ കയറിപ്പറ്റാൻ സഹായിച്ചു. അപ്പോഴും നാടകം വിട്ടിട്ടില്ല. നാടകാഭിനയം തന്നെയാണ് സീരിയലിലേക്ക് സിദ്ധുവിന് വഴി തുറന്നു കൊടുത്തതും. സിദ്ധാർത്ഥിനെ നാടകം കണ്ട സുഹൃത്തിൻ്റെ ചേട്ടനും സീരിയൽ സിനിമാ നിർമ്മാതാവുമായ അരുൺ ഘോഷാണ് സീരിയലിൽ അവസരം നൽകുന്നത്. ഏറെ ആസ്വദിച്ചാണ് ഈ രംഗത്ത് സിദ്ധു പ്രവർത്തിച്ചിരുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കഥാപാത്രങ്ങളോട് പരമാവധി തൻ്റെ മര്യാദ പുലർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സീരിയലിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ലക്ഷ്യം സിനിമയാണെന്നും അതിനായി പരിശ്രമിക്കുമെന്നും വിവാഹം ഉടനെ ഇല്ല എന്നും ആദ്യം കരിയർ സെറ്റ് ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്തായാലും താൻ പ്രണയിച്ചായിരിക്കും വിവാഹം കഴിക്കുകയെന്ന് ഉറപ്പ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആരെ വിവാഹം കഴിക്കുമെന്നോ എപ്പോൾ കഴിക്കുമെന്നോ പറയാനാകില്ല. പാർട്ടികളിലോ കല്യാണങ്ങളിലോ വഴിയോരത്തോ വെച്ച് ഞാൻ എൻ്റെ പ്രണയിനെ കണ്ടുമുട്ടിയേക്കാം. ഇതുവരെ അങ്ങനെ ഒരാളില്ല എന്നും സിദ്ധാർത്ഥ് തൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവെച്ച് പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ പങ്കെടുക്കാനും താരം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങളെ ഒന്നും തന്നെ സാധിക്കാതെയാണ് സിദ്ധു ഈ ലോകം വിട്ടു പോയിരിക്കുന്നത്. ആ അമ്മ അത് പറഞ്ഞാണ് പൊട്ടിക്കരയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന മോനാണ്. അവനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു സിദ്ധു. ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല എന്നൊക്കെയാണ് അമ്മയുടെ